ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സാന്ത്വനത്തിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ ശ്രീദേവിയും നമ്മുടെ ആനന്ദും കൂടെ ആദ്യമായിട്ട് വിരുന്നിന് പോകുക കേട്ടോ. അതും നമ്മുടെ ശ്രീദേവിയുടെ വീട്ടിലേക്ക്. അപ്പൊ നമ്മുടെ ആനന്ദും ആകാശം നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ വഴിയരികിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ആകാശം നമ്മുടെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ഓ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് നമ്മളെങ്ങും വിരുന്നിന് പോയില്ലല്ലോ, നിനക്കതിന് സങ്കടമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് ശ്രീദേവി ചേച്ചി അത്ര പിടുത്തമില്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ശരിയാ, എനിക്കെന്തോ അവരുടെ ശ്രീദേവി ചേച്ചിയും വീട്ടുകാരെയും ഒന്നും ഒരു ഇത് തോന്നുന്നില്ല, എന്തൊക്കെയോ അവരുടെ പിന്നിൽ പന്തികേടുള്ളതായിട്ട് തോന്നുന്നുണ്ട്, എന്റെ തോന്നലാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി അപ്പോഴും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ആനന്ദും നമ്മുടെ ശ്രീദേവിയും ഇങ്ങനെ വിരുന്നിന് പോകാൻ എന്താ പറയാ ഒരുങ്ങുക. നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ശ്രീദേവിയുടെ അമ്മ പറഞ്ഞ പോലെ ഒരു കുന്നു സ്വർണം ഇങ്ങനെ ഇട്ടിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ നമ്മുടെ ദേവമംഗലം വീട്ടുകാരുടെ മുന്നിൽ അത് ഫുള്ള് സ്വർണ്ണം. അപ്പോൾ ഒരു കുന്നു സ്വർണ്ണം ഇട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, മോളെ വിരുന്നിന് പോകാൻ എന്തിനും ഇതിനും വീണ്ടും സ്വർണം, ഇതൊക്കെ ഊരി നമ്മുടെ അമ്മയുടെ അടുത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതിനെ ഏൽപ്പിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഗോമതി നമ്മുടെ ശ്രീദേവിനെ കൊണ്ട് മുറിയിലൊക്കെ പോയി ആ ഒരു സ്വർണം മൊത്തം, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം മൊത്തം ഊരിയൊക്കെ വെപ്പിക്കുന്നുണ്ട്. അപ്പൊ ശ്രീദേവിക്ക് ആകെപ്പാടെ ടെൻഷൻ, ദൈവം ഇതൊക്കെ എങ്ങാനും ലോക്കൽ സാധനങ്ങളാണെന്ന് അറിഞ്ഞാൽ പിന്നെ തീർന്നു, അതോടുകൂടി തന്നെ കള്ളങ്ങൾ പൊളിഞ്ഞു അല്ലെ. അപ്പൊ അതിനുശേഷം നമ്മുടെ ശ്രീദേവി നമ്മുടെ ആനന്ദും കൂടെ വിരുന്നിന് പോകുന്നുണ്ട്. നമ്മുടെ ശ്രീദേവിയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ ഇങ്ങനെ ആരതി തട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഒഴിയുവാട്ടോ. അപ്പോഴാണ് നോക്കുമ്പോൾ ശ്രീദേവിയുടെ കാര്യത്തിൽ സ്വർണ്ണമൊന്നുമില്ല. താൻ പറഞ്ഞതാണ് സ്വർണ്ണമൊക്കെ ഇട്ട് വരാൻ, പക്ഷേ ഈ സ്വർണ്ണമൊക്കെ എവിടെ പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ അമ്മ നമ്മുടെ ശ്രീദേവി ഒരു നോട്ടം നോക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട്, ദൈവം ഈ സ്വർണ്ണമൊക്കെ കള്ളാണെന്ന് അവരറിഞ്ഞാൽ പിന്നെ തീർന്നില്ല കാര്യങ്ങള്. നമ്മുടെ ഗോമതിയുടെ കയ്യിലാണല്ലോ ഇപ്പൊ നമ്മുടെ ശ്രീദേവിയുടെ സ്വർണം മൊത്തം ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു കള്ളം എവിടം വരെ പോകും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രീദേവി വന്നതിന് ശേഷം നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം കുറച്ചൊക്കെ ഒരു കോമഡി ആയിട്ടൊക്കെ മാറുന്നുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല മാറ്റം തന്നെയല്ലേ നമ്മുടെ ശ്രീദേവി വന്നതിന് ശേഷം അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.